മകളാ എണീച്ച് പോയി കളിച്ചോ, വെളിയിൽ പോയി കളിച്ചോ. വീടിൻ്റെ വെളിയിൽ പോയി പിള്ളേരെ കൂടെ കളിച്ചോ, ചിരിച്ച് കളിച്ചോ. ശരി, എണീറ്റ് ഇതുകൊണ്ട് കൊണ്ടുപോയി കൊട്ടു. ശംഭോ, അച്ഛനും മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കളിച്ച് അങ്ങ് രസിക്കാന്ന് വിചാരിച്ചല്ലേടാ? അച്ഛനും മോളും കൂടെ വീട്ടിൻ്റെ അകത്ത് നിന്ന് കളിച്ചങ്ങ് രസിക്കാന്ന് വിചാരിച്ചു. എന്തോ നിന്റെ കൊച്ചല്ലേടാ അത്? എന്റെ കൊച്ചൊന്നുമല്ലത്. പിന്നെ അല്ലാതെ അവളെ പിന്നെ നിന്നെ കാണാനല്ലേ ഇങ്ങോട്ട് വന്ന്? എന്നെ കാണുന്നത് അളിയൻ്റെ പറഞ്ഞാ അവള് വന്നോണ്ട് ഇങ്ങനെ കാണിച്ചല്ലേ? അങ്ങനെ കാണിച്ചാ ഇങ്ങനെ കാണിച്ചെന്ന് പറഞ്ഞ പോലീസല്ലേ? അത് നീയല്ലേ? അളിയ എന്റെ ആദ്യം വിട്ടു പോണ അളിയ ഇങ്ങനെ കാണിച്ചവിടെ പോലീസ് എന്നല്ലേ, ഇങ്ങനെ അച്ഛൻ എന്നാണ് അർത്ഥം. പിന്നെ എങ്ങനെ കാണിച്ചപ്പോ നിന്നെ കാണാൻ തന്നെ അവള് വന്നത്? വൃത്തിയായിട്ടായി അളിയ ഞാൻ മര്യാദക്ക് പറഞ്ഞു, എന്നെ കാണാനല്ല വന്നതെന്ന്. പിന്നെ നിന്നെ കാണാൻ വേണ്ടി തന്നെ നീ കാര്യം അറിഞ്ഞോളൂ. ആര് വിശ്വസിക്കുവാടാ? നിന്നെ ആര് വിശ്വസിക്കും? എന്റെ ജീവിതം പോയില്ലേ? അളിക്ക് എന്തൊക്കെ അളിയാ പറയണത്? അത് അവളടുത്ത് പറഞ്ഞു, നിന്റെ കല്യാണം കഴിക്കല്ലേ, അവരുടെ അടുത്ത് കൂടെ പോവല്ലേ. അവള് കൂടെ വന്ന് നിന്റെ കൂടെ ഇറങ്ങി പോയില്ല അവളുടെ ജീവിതം. അളിയ ഞാൻ എന്ത് ചെയ്യുന്നതാണ് അളിയൻ പറയുന്നത്? നീ ഇടയ്ക്കിടയ്ക്ക് സ്പെഷ്യൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞ് ഇറങ്ങി പോണത് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാ? അതെ, ഞാൻ കല്യാണം കഴിക്കാൻ പോണത്. എത്ര പേരെ കല്യാണം കഴിച്ച പറയണ? ഞാൻ പറയാം, 14 ജില്ലയിൽ കൂടെ എനിക്ക് 32 ഭാര്യ 55 ഉള്ളൂ. ചേട്ടാ ഇതെന്തിനു? എന്റെ പൊന്നു മക്കളെ, എണിച്ചു പോ. എന്തോ പണിക്കരെന്ന് കരയണം. എന്താണോ എന്തോ ബിൽഗേറ്റ്സിന്റെ അനിയുണ്ടെങ്കിൽ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണോ എന്റെ മക്കളെ? നിനക്കറിയോ എന്തൊരു കുഞ്ഞളിയാ? നീയെങ്കിലും ഒന്ന് മനസ്സിലാക്കണേ. എനിക്ക് മനസ്സിലാക്കാനൊക്കെ പറ്റും. അത് എന്റെ കൊച്ചല്ലടാ, അത് എനിക്ക് എന്റെ കൊച്ചൊന്നും അല്ലത്. ആരും വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. പിന്നെ ആരുടെ കൊച്ച്? എടാ അത് എനിക്കെങ്ങനെ അറിയാടാ? ഒരു ഐഡിയ ഉണ്ട്. ഞാൻ ഒരു ഐഡിയ പറയട്ടാ. പറ. നീ ഏതായാലും രാവിലെ തേരാപ്പാര നമ്മുടെ എല്ലാം നടക്കണല്ലേ? തേരാപ്പാരയോ? അങ്ങനെ തേരാപ്പാരയല്ല, ഞാൻ പറഞ്ഞതല്ലേ, എക്സ്പ്ലോറിങ്. നീ എക്സ്പ്ലോർ ചെയ്യാൻ പോവല്ലോ. ഈ കൊച്ചിന്റെ വീട്ടുകാരെന്തെങ്കിലും കൂടെ നീ ഒന്ന് കണ്ടുപിടിച്ചോണ്ട് വാടേ, നീ ഒന്ന് സഹായിരി. നീ ഈ സൗണ്ട് ഇപ്പൊ ഇവിടുന്ന് കേട്ട് എന്തൊരു സൗണ്ട്? നീ അതും കൂടെ എന്റെ തല വെക്കില്ല. കേട്ടെന്ന് പറഞ്ഞേ ഉള്ളൂ. ഒരു കുടുക്കുട്ടോ എന്റെ അല്ല. ഐഡിയ ഉണ്ട് എന്റെ കയ്യില്. അതായത് നമുക്ക് എല്ലാ വീട്ടിലും കയറി ഇറങ്ങിയാലോ? ഇത് ശിവളിന്റെ കൊച്ചാന്ന് പറഞ്ഞു. നിനക്ക് എന്താണ് കുഴപ്പം? ശിവാളിന്റെ കൊച്ചാണ്. നീ ഒന്നും ചോദിക്കണ്ട. എടി വേറെ വീട്ടിൽ പോയിട്ട് എന്ത് നീ എനിക്ക് ഇവിടെ കിട്ടുന്ന അടി പോലെ നീ നാട്ടുകാരെ എന്തുകൊണ്ട് അടി വാങ്ങിച്ചു തരാൻ വേണ്ടി പോണം? വേറെ ഐഡിയ ഉണ്ട്. എന്തോ? ഞാൻ പുറത്തു വന്ന് അന്വേഷിച്ചിട്ട് വരട്ടെ. എന്തോ? വേറെ ഐഡിയ ഉണ്ട്, പുറത്തു വന്ന് അന്വേഷിച്ചിട്ട് വരട്ടെന്ന്. അങ്ങനെ പുറത്ത് ഒന്ന് അന്വേഷിച്ചു പ്ലീസ്. ഒന്ന് ചെയ്യും കുറച്ചുകൂടെ 100 രൂപ കൂടി എടുക്കും. 100 രൂപ പേഴ്സി കാണുമല്ലേ? ഞാൻ എടുത്തോളാം. വേണ്ട ഇവിടെ നിന്ന് ഞാൻ പേഴ്സത്. പേഴ്സൊക്കെ അറിയാം. പിന്നെ അവിടെ ഇരിക്കുന്ന അലമാരയുടെ സൈഡിൽ റൈറ്റ് സൈഡിൽ ഞാൻ എടുത്തോളാം കേട്ടോ. അളിയാ കിളേ, അളിയാ കിളേ, അളിയാ ഓ കിളേ, ഓ വന്നേ. എന്താ അളിയാ ഇതാണ് പ്രസന്ന ചേച്ചി. ഞാൻ ജംഗ്ഷനിലോട്ട് പോയില്ലായിരുന്നോ? അവിടെ ഭയങ്കര ആൾക്കൂട്ടം. അവിടെ എന്തോ കാര്യം നോക്കാൻ വേണ്ടി നോക്കിയപ്പോഴത്തേക്ക് ചേച്ചി നെഞ്ചിട്ട് കിടന്ന് നിലവിളിക്കുന്നു. എന്റെ കൊച്ചുമോളെ കണ്ടില്ലേ? ഈ വരുന്നതാണ് ഇവരുടെ കൊച്ചുമോള്. ഇവരെ കൊച്ചുമോളാടാ? സാറിന് എന്നെ മനസ്സിലായില്ല? ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, അതാണ്. സാർ ഒരാഴ്ചയായിട്ട് കേസിന്റെ കാര്യത്തിന് വീട്ടിൽ വരാറുണ്ടായിരുന്നു. അയ്യോ എനിക്ക് മനസ്സിലായി, സത്യന്റെ അമ്മ. അതെ അതെ, സത്യന്റെ മോളാണ്. അതെ അതെ, കോടതി കൊണ്ടുപോകാനും വന്നിരുന്നു. എനിക്കറിയാം. ഈ കൊച്ചിന്റെ അമ്മയെ കരഞ്ഞ് നിലവിളിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ. അയ്യോ തന്നെ എന്റെ ഭർത്താവ്. ചേച്ചിക്ക് സന്തോഷമായില്ലേ? അതെ അതെ, കൊച്ചുമോളെ കിട്ടിയില്ലേ? ഇത് സൂക്ഷിക്കണം കേട്ടോ, എപ്പോഴും രക്ഷിക്കാൻ ഞാൻ കാണത്തില്ല. മോളെ ഇനി പറയാതെ ഒന്നും പറയല്ലേ കേട്ടോ? ശരി ചേച്ചി, എന്നാ ഓക്കെ. എല്ലാത്തിനും ഞാൻ തന്നെ വേണം. ഇനി നിനക്ക് മനസ്സിലായ സംഭവം തോന്നുന്നു. ഇനി ഞാൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോ ഞാൻ നെൽസനും കൂടെ ഒരുത്തനെ കൊണ്ടുപോയപ്പോ തെങ്ങി കയറി കഥ പറഞ്ഞില്ലേ? നെൽസൺ തെങ്ങി കയറിയത്? നെൽസൺ തെങ്ങി കയറിയല്ലേ, കള്ളം തെങ്ങി കയറിയത്. ഏത് കള്ളൻ? ഇപ്പൊ വന്നത് സത്യം കള്ളൻ. സത്യന്റെ പേര് കൊള്ളാം. ശിവേട്ടാ, പാലും മുട്ടയും തരട്ടെ? നിന്റെ പാലും മുട്ടയെന്ന് എനിക്ക് വേണ്ട, ഞാൻ തന്നു. നാഗരാജാവാ പാലും മുട്ടയും തരേ? എന്നെ വിശ്വസിക്കരുത്. ശിവേട്ടാ, കൊച്ചു വീടിന്റെ കാര്യം പറഞ്ഞ എനിക്ക് മനസ്സിലായി.
താലിയുടെ കാര്യം പറഞ്ഞ എന്തിനാണ്? നീ ഇയാള് പെണ്ണുമ്പളെ കല്യാണം കഴിച്ചോ? അത് എന്തേലും കാണിക്കട്ടെ, ആരൊക്കെ എന്തെങ്കിലും കെട്ടി എന്തെങ്കിലുമൊക്കെ ജീവിക്കട്ടെ. സുന്ദരൻ നീയും സുന്ദരി ഞാനും. നീ എന്നെ വേറെ ഒരു വെറും വൃത്തിട്ടവനാക്കി നീ കാണിച്ചില്ല വീട്ടുകാരുടെ മുമ്പിൽ. അയ്യോ ഞാൻ എന്ത് കാണിച്ച ശിവേട്ടാ? നീ വിശ്വസിച്ചില്ലല്ലോ. ഞാൻ വിശ്വസിച്ചില്ല. എന്തോന്നു ശിവേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിച്ചില്ല. നീ പറഞ്ഞ നിന്റെ ചേട്ടൻ എന്നെ വന്ന് വിളിച്ചെന്നറിയാമോ? കല്യാണ തട്ടിപ്പുകാരനെന്ന്. അയ്യേ അത് ചേട്ടൻ വിളിക്കുന്ന ജുജുപി മൈൻഡ് ഉണ്ടാ പോട്ട്. ശിവേട്ടാ ശിവേട്ടൻ എനിക്ക് 100% വിശ്വാസമായിരുന്നു. നീ കുറച്ചു മുമ്പ് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞ. അല്ലേ ഇപ്പൊ കാണിച്ചു തരാം, ഒരുമിച്ച് ജീവിക്കണം വേണ്ട നോക്കട്ട്, രണ്ട് പെട്ടിയിലാക്കാന്നൊക്കെ അല്ലേ ഇവിടെ പറഞ്ഞു. തമാശ. ഒരു കാര്യം നമുക്ക് കോംപ്രമൈസിലെത്താം. ശിവേട്ടന് ഇഷ്ടപ്പെട്ട മത്തി ഇങ്ങനെ വരഞ്ഞ് അതിനകത്ത് മുളകും ഉപ്പും ഒക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടി എണ്ണക്കകത്തിട്ട് വറുത്ത് നാരങ്ങ ഒഴിച്ച് ഇതാ സവോളയ്ക്ക് അരിഞ്ഞിട്ട് ഞാൻ തരും എന്റെ കൈ കൊണ്ട്. എന്നാ കൊണ്ടുവാ. ഇപ്പൊ എടുത്തിട്ട് വരാം.